ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഈ ക്ലിപ്സൊക്കെ ഞാൻ എൻ്റെ ഡെലിവറിക്ക് മുന്നേ എടുത്തു വെച്ചത്, അതായത് ഒരു 2.5 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എടുത്തു വെച്ചതാണ്. ഇപ്പോൾ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ഇതൊക്കെ കണ്ടു, ഗൂഗിൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടു. അങ്ങനെ ഞാനിത് പോസ്റ്റ് ചെയ്യാൻ ഓർത്തു കേട്ടോ. അപ്പം ഈ ചടങ്ങിൻ്റെ പേര് പൊങ്കാല എന്നാണ്, വൈറ്റ് പൊങ്കാല എന്നാണ് നമ്മുടെ കൊല്ലം, ട്രിവാൻഡ്രം ഏരിയയിലൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ചടങ്ങ് എന്തെന്നാൽ, നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട് ഒരു 6th മന്തൊക്കെ ആകുമ്പോഴത്തേക്കും പെൺകുട്ടീനെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാണ്. അപ്പം നമ്മളിങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിനും നാട്ടുകാർക്കും ചെറുതായിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷിച്ച് നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. ഇതിൻ്റെ പിറകിലുള്ള ഐതിഹ്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ അടുപ്പൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആണ് നമ്മൾ ഈ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് സൂര്യൻ ഉദിച്ച് വരുമ്പോൾ നമ്മളിത് പൊങ്കാലയിട്ട് കഴിയണം എന്നാണ്, അങ്ങനെ എന്തോ ആട്ടോ. അപ്പോൾ സൂര്യദേവനെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ പൊങ്കാല ഇടുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ മദർ ഇൻ ലോയും എൻ്റെ അമ്മയൊക്കെ ഉണ്ട്, പിന്നെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൊങ്കാല ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ സൈഡിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നെ വീഡിയോയിൽ കണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോൾ വരും ഞാൻ എന്തായാലും. അപ്പോൾ പൊങ്കാലയൊക്കെ ഇട്ടു. എനിക്ക് രാവിലെ തന്നെ സാരി ഉടുക്കാൻ മടിയായതുകൊണ്ട് ഞാനൊരു ചുരിദാർ ഇട്ടിട്ടാണ് കേട്ടോ ഈ പൊങ്കാല ഇടുന്നത്. ഞാൻ ആരൊക്കെയോ എന്നോട് പറഞ്ഞു സാരിയൊക്കെ ഉടുക്കണം, പിന്നെ നനഞ്ഞ തോർത്തൊക്കെ നമ്മൾ ചുറ്റണം, അങ്ങനെ എന്തൊക്കെയോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ കംഫേർട്ടായിട്ട് ഇതാണ് ഞാൻ ബേബി ബമ്പൊക്കെ കൊണ്ടു എൻ്റെ കംഫേർട്ടിനനുസരിച്ചിട്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ നിന്നത്. അപ്പോൾ എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. പണ്ടേതോ ചേച്ചിമാരുടെയൊക്കെ വൈറ്റ് പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനത്തെ പ്രോസസ്സ്, ഇങ്ങനത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കിങ്ങനെ അമ്മ പറഞ്ഞു തരുവാണ് ഇപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, ഇങ്ങനെ വലം വെച്ച് വരണം അത് എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ അതുപോലെ കൊച്ചു കുട്ടികളിങ്ങനെ കേൾക്കണ പോലെ ഞാനിതൊക്കെ കേട്ട് അനുസരിച്ച് ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊങ്കാല അവിടെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തീയൊക്കെ ഇങ്ങനെ മാറ്റി നമ്മൾ നേദിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണം. അത് നേദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കി ചടങ്ങൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നേദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഫാമിലി ഇതൊരു ഫസ്റ്റ് ചടങ്ങാണ്. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനൊരു ചടങ്ങ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. സോ നമ്മൾ കുറച്ച് റിലേറ്റീവ്സിനെയും തൊട്ടടുത്ത അയൽക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചടങ്ങിന് നമ്മൾ അല്ലാണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇത്ര കൂട്ടം പലഹാരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് നാട്ടുകാർക്ക് ഒരു കിറ്റിലൊക്കെ ആക്കിയിട്ട് കൊടുക്കും, വരുന്നവർക്ക് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹസ്ബൻഡാണ്. അപ്പം പുള്ളി എനിക്ക് എന്തൊക്കെ എടുത്ത് തരണം അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് പുള്ളി. ഈ പൊങ്കാലയ്ക്ക് എല്ലാവരും ഒന്നും കാണില്ല, നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങിനാണ്, ഇത് പലഹാരം കഴിക്കുന്ന ചടങ്ങിനാണ് എല്ലാവരും വരിക.
ഹലോ. അങ്ങനെ നമ്മൾ പൊങ്കാലയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറി സാരിയൊക്കെ ഉടുത്ത് വന്നു. എൻ്റെ സിസ്റ്ററാണ് എന്നെ സാരി ഉടുപ്പിച്ചത്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ചേച്ചിമാരൊക്കെ ഈ ചടങ്ങിൽ അവരുടെ കല്യാണത്തിനിട്ട ജ്വല്ലറീസും കല്യാണത്തിന് ഉടുത്ത സാരിയും ഒക്കെയാണ് ഇട്ടിട്ട് റെഡിയായി വരാറുള്ളത്. പക്ഷേ എനിക്ക് കല്യാണത്തിനുടുത്ത സാരിയുടെ ബ്ലൗസ് കയറണില്ല. പിന്നെ എനിക്ക് എല്ലാ ജ്വല്ലറിയും കൂടി ഇട്ടിട്ട് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനൊരു മാലയും 2 വളയും ഇട്ടിട്ട് എനിക്കുണ്ടായിരുന്നൊരു സെറ്റ് സാരിയും എടുത്തിട്ടാണ് പുതിയൊരു സെറ്റ് സാരി ഞാൻ മേടിച്ചായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഈ ചടങ്ങിലേക്ക് റെഡിയായി വന്നത്. അപ്പം ഈ ഒരു സെറമണിക്കാണ് നമ്മൾ നമ്മുടെ അയലത്തുള്ളവരെയും പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ നമ്മൾ വിളിച്ചേക്കുന്നത്. അപ്പം ഈ ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇത്ര കൂട്ടം ഒരു 8 കൂട്ടം, എനിക്കറിയത്തില്ല എത്രയോ കൂട്ടം പലഹാരങ്ങൾ നമ്മളിങ്ങനെ കൊണ്ടുവരും. ഞങ്ങളൊരു പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചേച്ചീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരാണ് നമുക്കിതൊക്കെ ചെയ്തു തന്നത്. അപ്പം ആ പലഹാരങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ എല്ലാ റിലേറ്റീവ്സും ബന്ധമുറപ്രകാരം നമുക്കിങ്ങനെ എല്ലാ പലഹാരത്തിൽ നിന്നും കുറച്ച് ഇങ്ങനെ തരും. നമ്മളത് കഴിക്കണം. പിന്നെ ബാക്കി ഞാൻ ആ ഇലയിൽ വെക്കണം. അങ്ങനെയാണ് കേട്ടോ ചടങ്ങ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് എൻ്റെ അമ്മയാണ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തരാനായിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വന്ന് തന്നു. പിന്നെ മാമി വന്നു, അതായത് അമ്മയുടെ ബ്രദറിൻ്റെ വൈഫ് തന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള അച്ഛൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ തന്നു. അങ്ങനെ നമ്മുടെ ബന്ധമുറ പ്രകാരമായിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്ന് അങ്ങനെ നമ്മൾ എനിക്കും ഹസ്ബൻഡിനും ഇങ്ങനെ പലഹാരം തന്നുകൊണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആരൊക്കെ പലഹാരം തന്നു എല്ലാ പലഹാരവും ഞാൻ കഴിച്ചു. അത് കാരണം എനിക്ക് ലഞ്ച് കഴിക്കാൻ നേരം ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. ഐ സ്റ്റിൽ റിമെമ്പർ ഇറ്റ്. കാരണം ഞാൻ ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും തന്നതും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ കുറേ നേരത്തെ പലഹാരം തീറ്റിക്കൊക്കെ ശേഷം നമ്മൾ സദ്യയിലേക്ക് കടന്നു. അങ്ങനെ ബോളിയും പായസവും ഒക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു ചെക്കപ്പിന് പോകാൻ.